ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നെല്ലാം 9 മണിക്കാണ് എണീക്കണം. ഇന്ന് രാവിലെ എണീച്ച് എന്തെന്ന് വെച്ചൊരു കാരണം കാണുമല്ലോ. അതായത് നമ്മളിന്നൊരു സിനിമ കാണാൻ പോകണം. ഫസ്റ്റ് ഷോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കണം. സിനിമ കാണാൻ തിയേറ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് തിയേറ്ററിലോട്ട് പോകുന്ന വീഡിയോ ആണ് കാണുന്നത്. നമ്മൾ രാവിലെ എണീച്ച് ഫുള്ള് ഡെയിലി റൊട്ടീനാണിത്. രാവിലെ എണീച്ച് ഫുള്ള് ബുഷപ്പൊക്കെ ചെയ്യുന്നത്. നമ്മളെ ടോമി അടുത്ത് വന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 50 ബുഷപ്പ് അടുപ്പിച്ചായി ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഡ്രസ് കോഡ് ഇതാണ് ഗൈസ് നമ്മൾ ഇടാൻ പോണത്. അപ്പോൾ നമുക്കിനി നേരെ ഇനി അങ്ങോട്ട് പോകണം. അതുവരെ ഞാൻ പുഷപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ പുഷപ്പൊക്കെ എടുത്ത് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. നമ്മൾ ബോഡിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ തിയേറ്ററിലോട്ട് വിടാം. രാവിലെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5:30 ആയി കാണും. 5:30 മണി ആയിട്ടുണ്ട്. ഇനി നേരെ തിയേറ്ററിലോട്ട് പോകും. നമ്മളെ വണ്ടി വഴി മാറിപ്പോൾ അല്ല വേണ്ട, നമുക്കിനി ഇതുവഴി അങ്ങ് ഇറങ്ങാം. വണ്ടി കുറേ നാളായി വണ്ടി എടുക്കായിട്ടാണ്. അങ്ങനെയാണ് പിന്നെ ഞാൻ എടുത്തേക്കാണ്. ഇവിടെ ഷെഡ് കൊണ്ടിട്ടേക്കാണ്. വേറെ ഒരു വണ്ടിയല്ല, കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്ന വണ്ടി തന്നെ. ആസ്ട്രോമാറ്റിനാണ് ഗൈസ്, ആസ്ട്രോമാറ്റിൻ. ഇത് ഫുൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ രാത്രി തന്നെ. അപ്പോൾ നല്ല കൺവേർട്ടുകളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഈ വണ്ടി തന്നെ അങ്ങോട്ട് പോവാം. വണ്ടി അങ്ങോട്ട് വെളിയിറക്കാം. വണ്ടി വെളിയിറക്ക്. ഇവിടെ ടാസ്ക്കാണ് ഗൈസ്. ഇവിടെ കയറി തട്ടും വണ്ടി ഇറക്കാം. അപ്പോൾ അവർക്ക് നേരെ തിയേറ്ററിലോട്ട് പോകാം ഗൈസ്. നമുക്ക് തിയേറ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊന്നും കഴിച്ചില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും തിയേറ്ററിലോട്ട് പോകാം. നമുക്ക് ആദ്യം പോയി ഇതെല്ലാം കഴിക്കാം. നമുക്ക് നേരെ മച്ചാൻ്റെ ഹോട്ടലിലോട്ട് വിടാം. നമ്മൾ പോണ വഴിയാണ്. നമ്മളിവിടുന്ന് വണ്ടിയൊക്കെ ഇറക്കി സെറ്റായിട്ടുണ്ട്. നമുക്കിനി നേരെ ഇവിടെ നിന്ന് തന്നെ വളഞ്ഞ് അങ്ങോട്ട് ഗൈസ് തട്ടി ഞാൻ കണ്ടില്ല. പെട്ടെന്ന് വണ്ടി എടുത്തോണ വണ്ടി പെട്ടെന്ന് കയറി തട്ടിയിട്ടുണ്ട്. നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ ആ കട. നമ്മളെ കൂട്ടുകാരൻ്റെ കടയാണ്, എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ്റെ കടയാണ്. നമുക്കിനി നേരെ അങ്ങോട്ട് ഒരു ഡോണറ്റ് ഷോപ്പാണ്. നമ്മളാണ് പിന്നെ കയറി കഴിക്കണത്. പിന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഇനി എന്തായാലും നമുക്കിനി അങ്ങോട്ട് വണ്ടി കൊണ്ട് കയറ്റാം. അതും കഴിഞ്ഞ് അങ്ങ് പോയി, കുഴപ്പമില്ല. നമുക്കിനി ഇങ്ങോട്ട് കയറ്റണം. അന്നവിടെ ഉണ്ടാകുന്നത് ചില സമയത്തങ്ങളിലേ വരുവുള്ളൂ. അവൻ ഇടയ്ക്കിടയ്ക്ക് വരുവുള്ളൂ. ഇന്നിനി കാണുമെന്തോ. ഇന്നുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ട് കുറച്ച് ഇരുന്ന് സമയം പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകും. ഇതിൻ്റെ അകത്ത് ഇല്ലെന്നാണ് തോന്നുന്നത്. അവൻ്റെ വണ്ടി ഇവിടെ ഇല്ലല്ലോ. അപ്പം മിക്കവാറും അവിടെ കാണൂല ഗൈസ്. കണ്ട ഗൈസ്, നമ്മളെ വണ്ടി ടെർബോ എന്നാണേ. കിടിലൻ പേരല്ലേ വണ്ടിയിൽ. വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ എടുക്കാറില്ല. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്നും കൂടെ എടുത്തത്. ഇനി നമുക്ക് നേരെ അണ്ണൻ അങ്ങോട്ട് പോവാം. ഇവിടെ വന്നാൽ എന്തോ ഇല്ലേ എന്തോന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കാണും, സ്റ്റാഫുകൾ പിന്നെ എല്ലാവരും കാണും. പിന്നെ അവൻ അകത്തോടെ അല്ലട്ടെ ഗൈസ്. ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടൊക്കെ വരാമേ. കഴിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വയറൊക്കെ വീത്ത്. ഇനി എന്തായാലും ഒരു സാധനവും കഴിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം. നമുക്ക് നേരെ വണ്ടി എടുത്തോട്ട് പോവാം. അവനെയൊന്നും അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ ഇനി അവൻ്റെ സംസാരിക്കാനും പറ്റിയില്ലല്ലോ, ഒന്ന് കാണാനും പറ്റിയില്ല. ഇനി വേറെ ദിവസം എങ്ങാനും കാണാം. ഇനി ഞാൻ വന്ന് നമ്മളെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ തിയേറ്ററിലോട്ട് വിടാം. നേരെ ബാക്ക് എടുക്കട്ടെ. നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് വളയ്ക്കണം. ചെറിയ കണ്ടാണ് പെട്ടെന്ന് ബാക്ക് എടുത്ത് ഗൈസ്. ഞാൻ ഗിയർ മാറിയില്ല, അതിന് മുമ്പ് ബാക്ക് എടുത്ത് അങ്ങ് പോയി. അപ്പോൾ ഇനി നേരെ വണ്ടി റോഡിലൂടെ ഇറക്കാം. നമുക്കിനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് നമ്മൾ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. തിയേറ്റർ ആ സൈഡിൽ കാണുന്നതാണ്. ഞാൻ വണ്ടി ഇറത്തിയത് ഇത്തിരി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. അങ്ങനെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. തിയേറ്റർ എൻ്റെ കൂട്ടുകാരൻ്റെ തന്നെ. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ടിക്കറ്റ് എനിക്ക് വേണമെന്ന്. ഗൈസ് സ്ഥലം മാറിപ്പോയി. ബാക്കിലായിരുന്നു പാർക്ക് ചെയ്യുന്നത്, ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് ഇട്ടിട്ടങ്ങ് പോയി. എല്ലാവരും ബാക്കിലാണ് വണ്ടി കൊണ്ടിട്ടേക്കണം. നമുക്കിനി നേരെ വണ്ടി ഇനി ഇങ്ങോട്ട് കയറ്റിയിടാം. ആരും എടുത്തോണ്ട് പോകുമെന്തോ അത് പറഞ്ഞുകൂടാ. സെക്യൂരിറ്റി എങ്ങാനും ഇനി എടുത്ത് മാറ്റിയിടണമെങ്കിലേ ഉള്ളൂ. നേരെ വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യും. ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ സിനിമ കാണാൻ പോവാം ഗൈസ്. ഇനി നമ്മൾ സിനിമയെ കണ്ടിട്ട് വന്നിട്ട് ഞാൻ റിവ്യൂ പറയാം. അപ്പോൾ സിനിമയെ കണ്ടിട്ട് വരട്ടെ. എൻ്റെ മോനെ ഗൈസ്, കിടിലം പടമായിരുന്നു. നമ്മൾ ഷെയ്ൻ നിഗം പൊളിയായിട്ട് ഗൈസ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ലുക്ക് പൊളിയായിരുന്നു കേട്ടോ. ഷെയ്ൻ നിഗത്തിൻ്റെ കിടിലം ലുക്കായിരുന്നു. ആ കയ്യിലൊക്കെ മടക്കി കൊടുത്ത് വരമുള്ള സീനാണ് ഗൈസ്, സെറ്റാണ്. ഇതിലെ പാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, കിടിലം പാട്ടാണ്. സിനിമയൊക്കെ പൊളിയായിരുന്നു. നിങ്ങളെന്തായാലും നിർബന്ധമായിട്ടും പോയി കാണേണ്ട സിനിമയാണ് കേട്ടോ. പിന്നെ ഈ സിനിമ ഇനി കണ്ടവരാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം. പക്ഷേ കിടിലം സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഒന്നും കൂടെ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ പൈസയൊക്കെ തീർന്നു ഗൈസ്. സിനിമയൊക്കെ എടുത്ത് പൈസ അത്രയും കാലിയായി. ഞങ്ങൾക്ക് നേരെ ഇനി വീട്ടിലോട്ട് വിടാം. നമ്മളെ വണ്ടിയൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ കാണാം. ബൈ.